ഓം നമോ നാരായണായ. ശ്രീമദ് നാരായണീയം ദശകം 24 ശ്ലോകം 6. പ്രഹ്ലാദൻ അങ്ങനെ തൻ്റെ ഗുരുക്കന്മാരുടെ ഉപദേശങ്ങളെ പഠിപ്പിക്കലിനെ ഒക്കെ സ്വീകരിക്കേണ്ടതല്ല എന്ന് കണക്കാക്കി അതൊക്കെ തള്ളിക്കളഞ്ഞെങ്കിലും ഗുരുക്കന്മാരോട് വളരെ ഭക്തിയോടുകൂടി തന്നെയാണ് പഠിച്ചത്. ഒടുവിൽ അവർ രാജാവിൻ്റെ അടുത്തേക്ക് മകനെ അഭിമാനപൂർവ്വം കൊണ്ടുചെന്നു. ഇതാ പഠിപ്പിക്കലൊക്കെ കഴിഞ്ഞു എന്ന് പറഞ്ഞിട്ട് രാജാവ് അതിതേജസ്വിയായിട്ടുള്ള മകനെ വളരെ സ്നേഹത്തോടു കൂടി മടിയിലിരുത്തുന്നു. എന്താണ് ഇതുവരെ പഠിച്ചതിൽ വെച്ച് ശ്രേഷ്ഠമായത് എന്താണ് എന്ന് ചോദിക്കുന്നു. അതാണ് സന്ദർഭം. രാജാവ് ചോദിച്ചപ്പോൾ ഇവർ പഠിപ്പിച്ചത് ഹിരണ്യായ നമ എന്ന് പറയണം, അസുരപ്രമാണിമാരുടെ അഹങ്കാരം കലർന്നിട്ടുള്ള പാഠങ്ങൾ പറയും കുട്ടി ഇപ്പോൾ എന്നൊക്കെയാണ് അവർ വിചാരിച്ചത്. പക്ഷേ പ്രഹ്ലാദൻ അതൊന്നുമല്ല പറഞ്ഞത്. ഹരിഭക്തിയാണ് ഏറ്റവും വലുത്, അതിനുള്ള വഴികൾ ഇന്നതൊക്കെയാണ് എന്ന് നവവിധ ഭക്തിയുടെ ലക്ഷണങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തു. അതൊക്കെ കേട്ട രാജാവ് കുട്ടിയെ മടിയിൽ നിന്നും തള്ളി താഴത്തേക്കിട്ടു. എന്നിട്ട് ശിഷ്യന്മാരോട് ഗുരുക്കന്മാരോട് വളരെയധികം ദേഷ്യപ്പെട്ട് എന്താ ഇങ്ങനെ വരാൻ കാരണം എന്ന് ചോദിച്ച് ഇനി കുട്ടിയെ വധിക്കേ വഴിയുള്ളൂ എന്ന് തീരുമാനിക്കുന്നതാണ് 6ാമത്തെ ശ്ലോകം. അധീതേഷു ശ്രേഷ്ഠം കിം ഇതി പരിപൃഷ്ടേ അധ തനയേ ഭവദ്ഭക്തിം വര്യാം അഭിഗദതി പര്യാകുലധൃതി ഗുരുഭ്യോ രോഷിത്വാ സഹജമതിരസ്യേത്യഭിവിദൻ വധോപായാൻ അസ്മിൻ വ്യതനുദ ഭവത്പാദശരണേ. അർത്ഥം നോക്കാം. അധ അനന്തരം അധീതേഷു കിം ശ്രേഷ്ഠം, ഇതുവരെ പഠിപ്പിച്ചതിൽ മകനെ ഏതാണ് ഏറ്റവും ശ്രേഷ്ഠമായത്, നിനക്ക് ഏറ്റവും ഉത്കൃഷ്ടം എന്ന് തോന്നുന്നത് എന്താണ് എന്ന് ഇപ്രകാരം തനയെ തൻ്റെ പുത്രനോട് പരിപൃഷ്ടേ രാജാവ് ചോദിച്ചു. എന്താ മറുപടി പറഞ്ഞത്? വര്യാം ഭവദ്ഭക്തി, ഞാൻ ഏറ്റവും ശ്രേഷ്ഠമായി കണക്കാക്കുന്നത് ഭഗവാനിലുള്ള ഭക്തിയാണ് എന്ന് അഭിഗദതി കുട്ടി മറുപടി പറഞ്ഞു. പര്യാകുലധൃതി, ഹിരണ്യകശിപുവിന് സന്തോഷമൊക്കെ പോയി ആകുലഭാവമായി വല്ലാതെ ദേഷ്യം വന്നു. ഗുരുഭ്യാരോഷിത്വ, പഠിപ്പിച്ച ഗുരുക്കന്മാരോട് വല്ലാതെ കോപിച്ചു. ഗുരുക്കന്മാർ വിചാരിച്ചു ഇപ്പം കുട്ടി നല്ല ഞങ്ങൾ പഠിപ്പിച്ച പോലെയൊക്കെ പറയും, ഞങ്ങൾക്കിപ്പോൾ പട്ടും വളയും ഒക്കെ കിട്ടുമെന്ന് പറഞ്ഞപ്പോൾ ഇങ്ങനെയൊക്കെയാണ് സംഭവിച്ചത്. അസ്യ സഹജമതി, അപ്പോൾ അവർ പറഞ്ഞു അയ്യോ ഇത് ഞങ്ങളുടെ കുറ്റമല്ല, ഞങ്ങൾ വേണ്ടതുപോലെയൊക്കെ പഠിപ്പിച്ചതാണ്. അപ്പോൾ രാജാവ് ചോദിച്ചു എന്നാൽ പിന്നെ അവിടെ പുറത്തുനിന്ന് ആരെങ്കിലും വന്നോ, ഏതെങ്കിലും ബ്രാഹ്മണന്മാർ വന്നോ എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു ഇല്ല, ആരും വന്നിട്ടില്ല, ഇതവൻ്റെ സഹജമതി, സ്വാഭാവികമായിട്ടുള്ള ബുദ്ധിയാണ്, ആ ബുദ്ധിയിൽ തന്നെ തോന്നണതാണ് ഇതൊക്കെ എന്ന് പറഞ്ഞു. ഇതി അഭിവദൻ, ഇങ്ങനെ ആ ഗുരുക്കന്മാർ പറഞ്ഞു. ഭവത്പാദശരണേ, അങ്ങയുടെ, ഭഗവാനെ നോക്കിയിട്ട് പറയാണ്, ഭഗവാനെ അങ്ങയുടെ പാദം മാത്രം ശരണമാക്കിയിട്ടുള്ള അസ്മിൻ, ഈ പ്രഹ്ലാദകുമാരനിൽ വധോപായാൻ വ്യതനുത, ആ കുട്ടിയെ വധിക്കാനുള്ള മാർഗങ്ങൾ ആ ദുഷ്ടനായ ഹിരണ്യകശിപു വ്യതനുത പ്രയോഗിക്കാൻ തുടങ്ങി. ഭാഗവതത്തിൽ 2 പ്രാവശ്യമായിട്ട് കുട്ടിയെ കൊണ്ടുപോകുന്നുണ്ട്. ആദ്യം ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ അമ്മയുടെ അടുത്ത് കൊണ്ട് ചെന്നു. അമ്മ കുട്ടിയെ കുളിപ്പിച്ച് അലങ്കരിക്കുകയൊക്കെ ചെയ്ത് അച്ഛൻ്റെ മുന്നിലെത്തി. മകനെ കണ്ട് അഭിമാനത്തോടെ എന്തൊരു ഭംഗിയുള്ള കുട്ടിയാണെന്ന് വിചാരിച്ചിട്ട് കെട്ടിപ്പിടിച്ചു. ഹിരണ്യകശിപു അതിനെ ആ ഒരു ആനന്ദം കൊണ്ട് അതിനെ വിടാൻ പോലും തോന്നണില്ല. അങ്ങനെയുള്ള മകനെ വാത്സല്യത്തോടെ എടുത്ത് മടിയിൽ വെച്ചുകൊണ്ട് ചോദിച്ചു, മോനെ ഇത്രയും പഠിച്ചതിൽ വെച്ചിട്ട് ഏറ്റവും ഉത്കൃഷ്ടമായ പാഠം എന്താണ് എന്ന് ചോദിച്ചപ്പോൾ കുട്ടി പറഞ്ഞു ഒരു ശങ്കയുണ്ടായില്ല അതിന്. ഇപ്പോൾ ഞാൻ ഇതുവരെ പഠിച്ചതിൽ വെച്ച് ഏറ്റവും വലിയ കാര്യം ഭഗവത് ഭക്തിയാണ്. ഈ ക്ഷണികമായിട്ടുള്ള വിഷയങ്ങൾക്കും അഹന്തയ്ക്കും അപ്പുറം ഉള്ള
ശാശ്വതമായിട്ടുള്ള സത്യമാണ്. രാജാവേ എന്നാണ് വിളിക്കണേ, അച്ഛാന്നൊന്നല്ല. അസുരശ്രേഷ്ഠ, അത് ഭക്തിയാണ്. അതുണ്ടാവാൻ ഭഗവാനെ ആശ്രയിക്കുക തന്നെ വേണം. പുരോഗതി വേണോ, അതാണ് മാർഗം. അല്ലെങ്കിൽ നമ്മൾ അസുരന്മാരെ അധപ്പതിച്ചു പോയുള്ളൂ എന്നൊക്കെ പറഞ്ഞു. അത് കേട്ടപ്പോൾ ഹിരണ്യകശിപുവിന് വല്ലാതെ ദേഷ്യം വരികയും ചണ്ഡാമർക്കന്മാരോട് കുട്ടിയുടെ ബുദ്ധി ശരിയായ വഴിക്കല്ല പോണത്, അതുകൊണ്ട് അവനെ കൊണ്ടുപോയിട്ട് കുറച്ച് കാലം കൂടി നേർവഴിക്ക് പഠിപ്പിക്കൂ, ശ്രദ്ധിച്ച് പഠിപ്പിക്കൂ എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഗുരുക്കന്മാർ 4 വയസ്സായ ഈ കുട്ടിയെ കൊണ്ടുപോയിട്ട് ചോദിച്ചു അവനോട് ആദ്യം, ഞങ്ങൾ പഠിപ്പിക്കണ മറ്റു കുട്ടികളുടെ ഒന്നും ബുദ്ധി ഇതുപോലെ പോണില്ലല്ലോ പ്രഹ്ലാദ, നിനക്ക് ആരാണ് ഈ ബുദ്ധി ഇങ്ങനെയൊക്കെ പറഞ്ഞു തരുന്നത്? നിൻ്റെ ബുദ്ധി ഇങ്ങനെ ഞങ്ങൾക്കെതിരായിട്ട് എന്ന പോലെ അസുരകുലത്തിനെതിരായിട്ട് തിരിയാൻ ആരാണ് നിൻ്റെ ബുദ്ധിയെ ഇങ്ങനെ ഭ്രമിപ്പിച്ചത് എന്ന് ചോദിച്ചു. അപ്പോൾ പ്രഹ്ലാദൻ അവരോടും പറഞ്ഞു, നിങ്ങളുടെ പ്രാകൃതമായിട്ടുള്ള ബുദ്ധിയാണ്. ഇതിൽ നിന്നും എൻ്റെ ബുദ്ധിയെ ഉയർത്തിയത് ഭഗവാനാണ്. ഈശ്വരൻ അനുകൂലമായ മാത്രമേ നിങ്ങളുടെ ബുദ്ധിയെ ഇപ്പോൾ മായ മൂടി നിൽക്കുകയാണ്. ആ മായ പോവണമെങ്കിൽ ഭഗവാൻ പ്രസാദിക്കണം. ആ ഭഗവാൻ എന്നിൽ പ്രസാദിച്ചിട്ടുണ്ട്, അതാണ് എൻ്റെ ബുദ്ധി തെളിഞ്ഞത്. അല്ലാതെ ആരും ഇവിടെ വന്ന് പറഞ്ഞെന്തല്ല, നിങ്ങളോട് എനിക്ക് വിരോധം ഉണ്ടായിട്ടുമല്ല. എൻ്റെ ബുദ്ധി ഇങ്ങനെ തെളിയിച്ചു തന്നു. ഭഗവാൻ തന്നെയാണ് ആർക്ക്, ബ്രഹ്മാവിന് പോലും ഗുരു. എൻ്റെ പിതാവിന് അസുലഭങ്ങളായിട്ടുള്ള അത്യാശ്ചര്യകരങ്ങളായിട്ടുള്ള വരം കൊടുത്ത ബ്രഹ്മാവിന് പോലും ഈ ചക്രപാണിയായിട്ടുള്ള ഭഗവാനാണ് ഓരോ കാര്യവും വേണ്ടതുപോലെ നിർദ്ദേശിക്കുന്നത്. അതനുസരിച്ചാണ് ബ്രഹ്മാവ് പോലും പ്രവർത്തിക്കുന്നത്. ലോഹം എങ്ങനെയാണോ കാന്തത്തിൻ്റെ അടുത്തേക്ക് ആകർഷിക്കപ്പെടുന്നത്, അതുപോലെ എൻ്റെ ഹൃദയം സദാ ഭഗവാൻ എന്ന ആ ശക്തമായിട്ടുള്ള കാന്തത്തിലേക്ക് ഇങ്ങനെ അടുപ്പിക്കപ്പെടുകയാണ്. ഹൃദയം എപ്പോഴും ഭഗവാനിലേക്ക് ചലിക്കുകയാണ്. ഇത് വെറുതെ ഒന്നുമല്ല, ഏതോ ജന്മത്തിൽ ഞാൻ അത്രയധികം തപസ് ചെയ്തിട്ടുണ്ടാവും, അതാണ് ഇത്രയും ഭഗവത് കരുണ എനിക്ക് വന്നത് എന്നൊക്കെ പറഞ്ഞപ്പോൾ അവർക്കും ദേഷ്യം വന്നു. അവർ ചൂരലൊക്കെ എടുത്തിട്ട് പ്രഹ്ലാദനെ ഉപദ്രവിച്ചു. അതിനുശേഷം അസുര നിയമങ്ങളൊക്കെ പഠിപ്പിച്ചു. നേരത്തെ പറഞ്ഞതുപോലെ പ്രഹ്ലാദൻ അതൊക്കെ പഠിക്കുകയും ചെയ്തു. പഠിച്ചു എന്ന് മാത്രം, ഉൾക്കൊണ്ടില്ല, ഒക്കെ തള്ളിക്കളയാണ്. അത് ഇവർക്കറിയില്ലല്ലോ. ഇവർ വീണ്ടും കുട്ടിയെ ഹിരണ്യകശിപുവിൻ്റെ മുന്നിൽ കൊണ്ടുപോയി കുട്ടി അച്ഛനെ വീണ് നമസ്കരിച്ചു. അച്ഛൻ വീണ്ടും കെട്ടിപ്പിടിച്ചു, വീണ്ടും ചോദിച്ചു, ഇത്ര കാലം കൊണ്ട് നീ ഗുരുക്കന്മാരിൽ നിന്നും പഠിച്ചതിൽ വെച്ച് ഏറ്റവും ഉത്കൃഷ്ടമായത് എന്താണെന്ന് പറഞ്ഞു തരൂ എന്ന് പറഞ്ഞപ്പോഴാണ് കുട്ടി, ഞാൻ പഠിച്ചതിൽ ഏറ്റവും ശ്രേഷ്ഠമായ കാര്യം നവവിധ ഭക്തിയാണ് എന്ന് പറഞ്ഞിട്ട് ശ്രവണം, കീർത്തനം, വിഷ്ണുർ സ്മരണം, പാദസേവനം, അർച്ചനം, വന്ദനം, ദാസ്യം, സഖ്യം, ആത്മനിവേദനം. ആത്മനിവേദനം എന്നൊക്കെ പറഞ്ഞപ്പോൾ വളരെ കോപിഷ്ഠനായി. എന്നിട്ടാണ് പറഞ്ഞത്, ഇനി ഒന്നും നോക്കാനില്ല, ഇവനെ വധിക്കുക, അത് തന്നെ വഴിയുള്ളൂ എന്ന് പിതാവ്, സ്വാർത്ഥിയായിട്ടുള്ള അഹങ്കാരിയായിട്ടുള്ള ഹിരണ്യകശിപു അങ്ങനെ തീരുമാനിച്ചു. അധീതേഷു ശ്രേഷ്ഠം കിം, ഇതുവരെ പഠിച്ചതിൽ ശ്രേഷ്ഠമായത് എന്താണ്? ഇതി പരിപൃഷ്ടേ, ഇപ്രകാരം തനയെ, തൻ്റെ തനയനോട്, മകനോട് പരിപൃഷ്ടേ, നന്നായി ചോദിച്ചു. അപ്പോൾ ഹിരണ്യകശിപുവിനോട് ഭവദ്ഭക്തിയും വര്യാം, അങ്ങയിൽ ഭഗവാനെ അങ്ങയോടുള്ള ഭക്തിയാണ് ഏറ്റവും ശ്രേഷ്ഠം. ഇതി അഭിഗതതി, ഇപ്രകാരം പറഞ്ഞ സമയത്ത് പര്യാകുലധൃതി, സന്തോഷമൊക്കെ പോയി. ഗുരുഭ്യോ രോഷിത്വ, ഈ കുട്ടിയെ പഠിപ്പിച്ച ചണ്ഡാമർക്കന്മാരോട് വല്ലാതെ ദേഷ്യപ്പെട്ടു, രോഷിത്വ. അപ്പോൾ അവർ മറുപടി പറഞ്ഞു, സഹജമതിരസ്യേത്യഭിവിധൻ, ഇത് ഞങ്ങളുടെ കുറ്റമല്ല, കുട്ടിയുടെ സ്വാഭാവികമായിട്ടുള്ള ബുദ്ധിയാണ്, അവൻ്റെ ബുദ്ധിയിൽ തനിയെ തെളിയുന്നതാണ് ഇതൊക്കെ. അഭിവിധൻ, ഇപ്രകാരം പറഞ്ഞു ബോധിപ്പിച്ചു രാജാവിനെ. അപ്പോൾ രാജാവ് വധോപായാൻ, വിവിധ തരത്തിലുള്ള വധം, എങ്ങനെ വേണം ഇവനെ കൊല്ലാനെന്ന് നിശ്ചയിച്ചു. എങ്ങനെയൊക്കെ കൊല്ലണം, എങ്ങനെ ആയാലാണ് ഇവനെ വധിക്കാൻ എളുപ്പം
എന്നുള്ള കാര്യങ്ങൾ വധോപായാൻ അസ്മിൻ വ്യതനുത അത് തന്നെ ആലോചിച്ചു. ഭവത്പാദശരണേ, ഭഗവാനെ ശരണം പ്രാപിച്ചിട്ടുള്ളത് കൊണ്ട് ഇവനെ വധിക്കുക തന്നെ വേണം എന്ന് പിതാവ് തീരുമാനിച്ചു. മുൻപ് പറഞ്ഞില്ലേ ഭഗവാനെ വധിക്കാം എന്ന് മൂഢബുദ്ധിയായ ഹിരണ്യകശിപു തീരുമാനിച്ചു എന്ന്. അതുപോലെ ഇവിടെ പ്രഹ്ലാദകുമാരനെ വധിക്കാം എന്ന് വിചാരിക്കുകയാണ്. അതും ഭവത്പാദശരണേ എന്ന് പറയുന്നത് അതാണ്. ഒരിക്കലും വധ്യനല്ലാത്ത ഭഗവാനെ ശരണം പ്രാപിച്ചിട്ടുള്ള കുട്ടിയെ വധിക്കാനായി ഹിരണ്യകശിപു ഓരോ ഉപായങ്ങൾ ആലോചിക്കാൻ തുടങ്ങി. ഭാഗവതത്തിൽ കുട്ടികളെ സഹപാഠികളെ കൂടി പ്രഹ്ലാദൻ പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട്. ഗുരുക്കന്മാർ ഇടയ്ക്കിടയ്ക്ക് കുറച്ച് വിശ്രമ സമയം, കളിക്കാനുള്ള സമയമൊക്കെ കൊടുക്കുമല്ലോ. അപ്പോൾ പ്രഹ്ലാദൻ കുട്ടികൾക്ക് ഭഗവാന്റെ ലീലകളെയും കഥകളെയും കുറിച്ച് പറഞ്ഞു കൊടുക്കും. കുട്ടികളുടെ ബുദ്ധി തെളിഞ്ഞ ബുദ്ധിയല്ലേ, അവർക്ക് സ്വാഭാവികമായിട്ടും അതിനോട് കൂടുതൽ ഇഷ്ടം വരും. ഈ മറ്റുള്ളവരെ ദ്രോഹിക്കുക എന്നൊക്കെ കേൾക്കണേക്കാളും പ്രഹ്ലാദ ഇനിയും പറഞ്ഞു തരൂ എന്ന് പറഞ്ഞ് അവർ പ്രഹ്ലാദൻ്റെ ചുറ്റും കൂടിയിരിക്കും. ഇതൊക്കെ വല്ലാതെ ദേഷ്യപ്പെടുത്തി ഈ ഗുരുക്കന്മാരെ. അവരതുകൊണ്ടാണ് കൊല്ലാൻ കൂട്ടു നിൽക്കുകയാണ് ഹിരണ്യകശിപുവിനോടൊപ്പം. എപ്പോഴും ഭാഗവതം എന്ന് പറയണത് എന്താണെന്ന് വെച്ചാൽ നാരായണീയം ഭാഗവതത്തിൻ്റെ സംഗ്രഹമല്ലേ.